ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൗഭാഗ്യ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് ഭയങ്കര സന്തോഷവാനായിരിക്കുകയാണ് അജയ് കുറേ നാൾ പറഞ്ഞുകൊണ്ട് നടന്നു എനിക്കിനി കല്യാണം വേണ്ടാന്ന്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു മാറ്റമൊക്കെ വന്നത് മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടായിരിക്കും എന്ന് ഭവാനി പറയുന്നുണ്ട് ആഞ്ജലിയുടെ അടുത്ത്. അത് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ടുപോയി പറയുകയും ചെയ്തിട്ടുണ്ട്. അവന് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല, എന്നാൽ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറക്കാനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് ആരാന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ഭൂമിയാണെന്നാണ് തോന്നുന്നത് എന്ന് അഞ്ജന പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാ? അന്ന് ഞാൻ മരിക്കാൻ കിടന്ന അവസരത്ത് എന്തു ചെയ്തിരുന്നാലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഖയില്ലെന്ന സമയത്തും എടുത്ത തീരുമാനമായിരുന്നു എങ്ങനെയെങ്കിലും ആ കുട്ടിയെങ്കിലും നശിപ്പിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയുക. അതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അന്ന് തോന്നിയ ഒരു പൊട്ടത്തരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഞാനൊരു വലിയ ദുഃഖമാണ് ഏറേണ്ടിയിരിക്കുന്നത് എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചിരിക്കുന്നു. മരിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു, എന്നാൽ അത് ജീവനോടുണ്ടോ ആ കുട്ടി എന്നും എനിക്കറിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവളാണോ എന്നറിയാൻ കമലിനെ ഏർപ്പെടുത്തിയിട്ട് കുറേ നാളായല്ലോ, വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. എന്നാൽ നീയാണെങ്കിൽ എൻ്റെ മരണം കാണാനാണോ നോക്കുന്നേ? എന്തായാലും എനിക്ക് ഒരു സമാധാനവുമില്ല. ആ അച്യുതൻ്റെ കുട്ടി ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ തിരക്കാൻ. ഒരു മാലയും കൊണ്ട് അടയാളം, പിന്നെ കഴുത്തിൻ്റെ ബേക്കിലൊരു അടയാളം കൂടിയുണ്ട്, കറുത്ത പുള്ളി പോലെ. അതുകൂടെ നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നീയാണെങ്കിൽ എന്താ ഇത്ര നാളായിട്ടും എൻ്റെ അടുത്തൊന്നും പറയാതെ അന്വേഷിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് കമൽ പറയുക, ഞാൻ അവരെ ബേക്കിൽ തന്നെ ഉണ്ട്, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വീട്ടിലും അതുപോലെ അവരെവിടേക്ക് പോകുന്നു അവരെ ബേക്കിൽ കൂടെ ഞാനുണ്ട്. പക്ഷേ എന്നെ അവർ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് മേഡം വിഷമിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്യുതനുമായിട്ട് പോവുക. ബീച്ചിലും അതുപോലെ തന്നെ കായൽത്തീരത്തൊക്കെ പോയിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അച്യുതനെ വിളിച്ചിട്ട് ഭൂമി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ബേക്കിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു കമാൽ. അങ്ങനെ രണ്ടുപേരും പറയുന്നുണ്ട്, ആരോ നമ്മളെ ബേക്കിൽ നിന്ന് കുറേ നേരം കൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അച്യുതൻ പറയും, അത് തോന്നുമായിരിക്കും മോക്ക്, വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കായൻ്റെ തീരത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം പേറിയാണ് പോയിരിക്കുന്ന ഭൂമി. അച്ഛന് സുഖമില്ലാത്തത് കാരണം അച്ഛന് എന്ത് സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കാശ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും റെഡിയായില്ല. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നും അറിയാതെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് അച്ഛൻ എങ്ങനെ സന്തോഷം കൊടുക്കാമെന്ന് ചിന്തിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത് പുറത്തേക്ക്. അതൊക്കെ ആലോചിച്ച് ഭൂമി ഉള്ളിൽ തന്നെ കരയുന്നുണ്ട്. എന്നാൽ മോള് എന്താ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. ഇല്ല, അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടാണ്. അച്ഛന് നല്ല ക്ഷീണമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് അലട്ടുന്നുണ്ട്. കുറേ നാളായിട്ട് അച്ഛനാണെങ്കിൽ നേരെയല്ല സംസാരിക്കുന്നത്. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മോൾ എന്തിനാ പേടിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ തോന്നുന്നതാ മോക്ക്. പിന്നെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, പക്ഷേ സമയമായില്ല. ഞാനത് തിരിച്ച് അങ്ങോട്ട് തന്നെ പറയാം ഞാൻ, കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും എന്തോ കാര്യമുണ്ടെന്ന് ഉറപ്പായി ഭൂമിയിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താച്ചാ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒരു കാര്യവുമില്ല, മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവരവിടെ ഇരിക്കുമ്പോഴത്തേക്കും ബേക്കിൽ നിന്ന് കമാൽ വരുന്നുണ്ട്. അങ്ങനെ ബേക്കിൽ നിന്ന് വന്ന് ഒരു തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും വീഴാൻ പോകുന്ന ആ ഭൂമിയെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കമാൽ. അങ്ങനെ അവിടെ വെച്ച് കമാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് ആ പാട് കാണുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അയാൾ ചിന്തിക്കുന്നു, ഇതാണ് മേഡം പറഞ്ഞ ആ കുട്ടി, അവരെ കുടുംബത്തിലെ കുട്ടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഉടനെ തന്നെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട് ഭവാനിക്ക്. അങ്ങനെ ഭവാനിയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇന്ന് അവരെ ഫോളോ ചെയ്ത് പോയപ്പോഴത്തേക്കും അവരെ ഞാൻ കണ്ടു. ഞാൻ അവരെ അടുത്തുകൂടെ പോയപ്പോഴത്തേക്കും ഞാൻ മേഡം പറഞ്ഞത് ഒരടയാളം ഞാൻ കണ്ടുപിടിച്ചു.
അതുപോലെ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ് അത് അച്യുതൻ്റെ മകളല്ല, ഇത് മേഡം അന്ന് കൊല്ലാൻ കൊടുത്തിരുന്ന ആ കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടി നിൽക്കുകയാണ് ഭവാനി. എന്ത് അന്ന് അറിയാൻ പറ്റാതെ അഞ്ജന ഉടനെ ചോദിക്കുന്നത്, എന്താ അമ്മേ, ആരാ ഫോണിൽ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോൾ അങ്ങോട്ട് പൊയ്ക്കേ, എനിക്ക് ഞാനൊരു കോളിൽ എനിക്ക് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജന തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ഭവാനി വിളിക്കുന്നുണ്ട്. കമാലിനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, എന്തായാലും രണ്ടുപേരെയും കൊന്നേക്ക്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നെ വഞ്ചിച്ച് എന്നെ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു അവൻ. എൻ്റെ ഇന്ന് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും കമാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓരോ കാര്യത്തിനും എപ്പോഴും ആരെയും ആശ്രയിക്കാൻ പാടില്ല എന്ന് ഇതിലൂടെ എനിക്ക് വ്യക്തമായെന്ന് ഭവാനി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. എന്താ അമ്മേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ഇല്ല, കല്യാണത്തിൻ്റെ കാര്യമാണ്. എന്തായാലും ഈ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതോ വേറെ ഏതെങ്കിലും എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഭവാനി ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചോ, അവൻ്റെ ഏത് ഇഷ്ടത്തിനും ഞാൻ എതിരെ നിൽക്കില്ല എന്ന് സഫാക്കി മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ ഈ വാക്കുകൾ കേട്ട് ഭയങ്കര സങ്കടത്തിലാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആ കാര്യം അറിഞ്ഞത് മുതൽ ഇനി ഈ കുടുംബത്തിൻ്റെ എല്ലാ ഒരു ഉത്തരവാദിത്വം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഇനി പെട്ടെന്ന് മാറുമല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വീട്ടിന് പുറത്ത് തന്നെയാണ് എന്നെ ഇവർ കൊന്നുകളയും, അതും മടിക്കാത്തയാ സൗഭാഗ്യ മുത്തശ്ശി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഭവാനി. അങ്ങനെ അഞ്ജന പറയുന്നുണ്ട്, എന്താ അമ്മേ കുറേ നേരം കൊണ്ട് ഭയങ്കര ഒരു ഇതാണല്ലോ, ദേഷ്യം, എന്ത് ചോദിച്ചാലും ഒന്നും പറയുന്നില്ല, അമ്മയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല, നീ എൻ്റെ അടുത്തുനിന്ന് പോവോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തോ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത് അങ്ങോട്ട് പോവാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കൊണ്ട് ചാടുകയും ചെയ്യുന്നുണ്ട്. എന്തോന്നില്ലാത്ത ഒരു മാറ്റം കണ്ടിട്ട് അഞ്ജന പറയുക, എന്തായാലും ഈ കല്യാണം നടക്കണമെന്ന് എൻ്റെ തീരുമാനമാണ്. എന്ത് ചെയ്തിരുന്നാലും അമ്മ ഈ കല്യാണം നടത്തി തരണം, എനിക്ക് അജയെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭവാനി പറയുന്നുണ്ട്, ഞാനത് നടത്തിത്തരും, ആര് മുഖാന്തരമായിരുന്നാലും എന്ത് ചെയ്താലും ശരി തന്നെയാണ്, ഞാൻ നിൻ്റെ കല്യാണം നടത്തിത്തരും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അഞ്ജന സന്തോഷവതിയായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അമ്മ പറഞ്ഞാൽ അത് വാക്കായിരിക്കും. എൻ്റെ കുഞ്ഞുനാളെ മുതലേ എൻ്റെ ഒരാഗ്രഹത്തിനും അമ്മ തടസ്സം നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് നേടി തന്നിട്ടേ ഉള്ളൂ, ഇതും എനിക്ക് നേടിത്തരും എന്നെനിക്ക് വിശ്വാസമുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അജയ് ഭൂമിയും അച്ഛനെയും കാണുന്നുണ്ട്. അങ്ങനെ വഴിയിൽ വെച്ച് കണ്ട് വണ്ടി നിർത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഭൂമി എന്താ എൻ്റെ അടുത്തൊന്നും ഇപ്പം മിണ്ടാറില്ല, വീട്ടിലങ്ങോട്ട് വരാറില്ല എന്ന് മുത്തശ്ശി പറയാറും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് ഇപ്പോൾ വരാൻ സമയമില്ല, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇപ്പോൾ തിരക്കാ എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര തിരക്കായിരുന്നാലും മുത്തശ്ശി നിൻ്റെ കാര്യം എല്ലാ ദിവസവും പറയും, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമാണല്ലേ, അതെനിക്കറിയാം, എനിക്കും അതുപോലെ തന്നെയാണ്. എനിക്ക് ആ വീടിനോട് വല്ലാത്തൊരടുപ്പം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇത് കേട്ടതും പറയുന്നുണ്ട് അച്യുതൻ, അത് മോള് വേറൊരിടം പോയിട്ടില്ലല്ലോ, അവിടെ മാത്രം പോയതുകൊണ്ടായിരിക്കും തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അജയ് പറയുക, ഞാൻ കൊണ്ടുവിടണോ ഞാൻ വീട്ടിലോട്ട്? വേണ്ട, ഞാൻ വണ്ടിയിലാണ് വന്നത്, ഞങ്ങൾ സ്കൂട്ടിയിലും കൂടി തിരിച്ചു പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് കമാൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ കമാൽ വിളിച്ച് ഉടനെ തന്നെ വിളിച്ച് ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ നിന്നെടുത്ത് അജയും വന്നിട്ടുണ്ട്, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, എന്താണെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എന്തായാലും മേഡം ഒന്ന് സൂക്ഷിച്ചിരിക്കുക, എനിക്ക് അത്രേ പറയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവരെ വകവരുത്തേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഞാനത് ചെയ്യും എന്നൊക്കെ ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട് കമാൽ. എന്നിട്ട് ഫോൺ വെച്ചിട്ട് അച്ഛനടുത്ത് പറയുക, നീ അറിഞ്ഞോ റോഡിൽ കൂടെ നടന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുവാന്ന് അച്ഛനും മോളും, അതുമാത്രമല്ല ഇവിടുത്തെ അജയും. ഇത്രയും നാണം കെട്ട് ഒരുത്തനായിപ്പോയല്ലോ ഇവൻ,
ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിരുന്നിട്ട് ഒരു തരം താഴ്ന്ന പെണ്ണിൻ്റെ അടുത്ത് റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇവന് നാണമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത് അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ അവള് ഭൂമിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാന്ന് ഇപ്പോൾ എന്നെ വിളിച്ചൊരാൾ പറഞ്ഞു. ഇത് കേട്ടത് അഞ്ജന പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു നേരം പോലും സംസാരിക്കാൻ സമയം കണ്ടെത്താത്തതാ, എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നടക്കുന്നു. പക്ഷേ ഇപ്പോഴും എല്ലാത്തിനും സമയമുണ്ടല്ലോ. ജോലി എന്ന് പറഞ്ഞ് നടക്കുന്നത് വെറുതെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇനി കല്യാണം വരെ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ എൻഗേജ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഭൂമിയായിട്ടെന്ന് എനിക്ക് മനസ്സിലായി. മുത്തശ്ശി കള്ളം പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന പോകുന്നുണ്ട്. ഇത് കേട്ടത് ദേഷ്യത്തോടെ വീണ്ടും കമാലിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭവാനി. ഭവാനിയുടെ ഈ വാക്കിട്ട് കമാൽ പറയുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്, എന്തായാലും മേഡം പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്.